മൺസൂണിന് മുന്നേ ദുരന്ത ഭൂമിയായി തിരുവനന്തപുരത്തെ തീരദേശ മേഖല. മുതലപ്പുഴയിൽ അപകടങ്ങളുടെ പരമ്പര. 2 ദിവസത്തിനുള്ളിൽ 4 വള്ളങ്ങൾ അപകടത്തിൽപ്പെട്ടു. സർക്കാരിന്റെ അനാസ്ഥ ഒരു വിഭാഗം ജനങ്ങളെയാണ് ഗുരുതരമായി ബാധിക്കുന്നത്. തീരപ്രദേശത്തിന് വേണ്ടി കനിവ് കാട്ടാത്ത സർക്കാരിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് മുതലപ്പുഴയിലെ തീരദേശ ജനത. മുതലപ്പുഴ മുനമ്പത്തെ ആഴം കൂട്ടുകയല്ലാതെ അപകടങ്ങൾ ഒഴിവാക്കാൻ മറ്റു മാർഗങ്ങളില്ല. കാലങ്ങളായി മത്സ്യത്തൊഴിലാളി ജനതയെ സർക്കാർ വഞ്ചിക്കുകയാണ്. ഈ ഓഫീസർമാരും ഇതിൻ്റെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരെല്ലാം പറയുന്ന കാര്യങ്ങൾ അവരുടെ പേപ്പറിൽ ഫയലുകൾ മാത്രം എഴുതി കൊണ്ടുപോകുന്ന ഒരു ഇതേ ഉള്ളൂ. പക്ഷേ അത് നടപ്പിലാക്കാൻ ഇന്നതുവരെ നടന്നിട്ടില്ല. ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ജീവനുകൾ ഇവിടെ നഷ്ടപ്പെടും. അതിൽ ഒരു സംശയമില്ല. കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അപകടം ഉണ്ടാവുകയാണെങ്കിൽ നൽകേണ്ട സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും മത്സ്യത്തൊഴിലാളികൾക്ക് നല്ല അറിവുണ്ട്. ഈ ആശയവും ഇവിടുത്തെ ജനത സർക്കാരിനോട് പങ്കുവച്ചിട്ടുള്ളതാണ്. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ അപകടങ്ങളുടെ തോത് കുറയ്ക്കാൻ സാധിക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഒന്ന് മത്സ്യത്തൊഴിലാളികളെ, അതായത് ഈ നമ്മുടെ കോസ്റ്റൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത് ലൈഫ് ജാക്കറ്റുകൾ മത്സ്യബന്ധനം അങ്ങനെയൊക്കെ വിതരണം ചെയ്യാം. അത് ലൈഫ് ജാക്കറ്റുകൾ അവർക്കൊരു പറഞ്ഞ് മനസ്സിലാക്കാം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപകടത്തിൻ്റെ തോത് കുറയും. പിന്നെ മറ്റൊന്ന്, ഇവിടെ നമ്മുടെ ഈ റിമോട്ട് കൺട്രോൾഡ്, അതായത് വിദേശത്തെ കൊണ്ട് റിമോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഈ ലൈഫ് ബോയ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കരയുന്നുണ്ട് റിമോട്ട് കൺട്രോൾ ചെയ്ത് അവരിപ്പോൾ അപകടത്തിലോട്ട് പെടുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് എത്തിച്ച് അയാളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ വിദേശത്തുണ്ട്. പക്ഷേ ഇവിടെ വന്ന് ഒരു ദിവസം അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ഈ കോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ലക്ഷം രൂപയാവും ഈ സാധനത്തിന്. പക്ഷേ ഇത് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഇവർക്ക് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. ഗവൺമെൻറ് സഹായിക്കണ്ടേ. ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ 2 സൈഡ് നിർത്തിയാൽ മതി ലൈഫ് ബോയ്സ് ഇങ്ങനെയുള്ള ഈ ഒരു റഫ് സീസണുകളിൽ. അപ്പോൾ നമുക്ക് ഈ മരണത്തിൻ്റെ ഇത് കുറയ്ക്കാൻ പറ്റും. സർക്കാരിനെതിരെ ഉണ്ടാകുന്ന സമരങ്ങൾ അടിച്ചമർത്താൻ മാത്രമേ അധികാരികൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ജനകീയ സമരങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന നിലപാടുകൾ, അവരെടുക്കുന്ന ആക്ഷൻ ഏത് തരത്തിലാണെന്നുള്ളത്. CSA നോക്കിയാലും ഒക്കെ എല്ലാ സമരങ്ങളും നോക്കിയാലും സമരം എടുക്കുന്നവർക്കെതിരെ കേസെടുക്കൽ, അല്ലെങ്കിൽ അവരെ പെറ്റി അടയ്ക്കുന്ന അവസ്ഥ എന്നെ ഉൾപ്പെടെ കഴിഞ്ഞ ഈ വിഴിഞ്ഞ സമരത്തിൻ്റെ സമരങ്ങൾക്ക് നമ്മളെല്ലാം അതിൻ്റെ കണ്ണികളായിരുന്നു. അപ്പം ഞാൻ ഉൾപ്പെടെ എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാവരും ഒക്കെ അവരുടെ കേസിലെ പ്രതികളാണ്. ഇവർ 110ഓളം പേര് ഞങ്ങളുടെ ഏരിയ എന്ന് മാത്രം, പെരുമാതർ ഏരിയ എന്നുള്ള 110 പേരെ ചേർത്ത് ഇവിടെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആരെയാണ് സർക്കാർ പറ്റിക്കാൻ നോക്കുന്നതെന്നും മത്സ്യത്തൊഴിലാളികളുടെ രോഷം. പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇവിടെ കടൽ വരുന്നത്. ഇത് നേരത്തെ ഉദ്യോഗസ്ഥന്മാർക്കറിയാം. പല ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടിട്ട് കാണാത്ത പോലെ നടിച്ചു പോവുകയാണ്. ഇത് വൻ പരാജയമായിട്ട് പോകണം. ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫണ്ടുണ്ടെന്ന് പറയുന്നതല്ല, ഫണ്ട് വിനിയോഗിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. ഇപ്പോഴും പറഞ്ഞത് 150 കോടി രൂപ എങ്ങാണ്ട് ഇവിടുത്തെ വീതി കൂട്ടാനും ഡ്രഡ്ജിങ് ചെയ്യാനും എല്ലാം അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഇനിയൊരു മൺസൂൺ കാലത്ത് ഇതിനേക്കാൾ ഭയാനകമാകും മുതലപ്പുഴയുടെ അവസ്ഥ. ഇനി എത്ര കാലം കൂടി ഈ ദുരിതം അനുഭവിക്കണം? തീരദേശത്തെ ദുരിതം പേർന്ന കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ക്യാമറമാൻ നിതിൻ വേബിക്കൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.